നമുക്കിന്ന് ഫുള്ള് എറണാകുളം ചുറ്റി കറങ്ങാം. അപ്പം നമ്മൾ ഇന്ന് എറണാകുളം മൊത്തത്തിലൊന്ന് കണ്ടിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. അതിന് മുമ്പ് നമ്മൾ കുറച്ച് ഷോ ആയിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് നേരെ ഞങ്ങൾ കാറിലേക്ക് കയറുവാണ്. കൂട്ടത്തിൽ നമ്മുടെ ചേട്ടനും ചേച്ചിയും കുട്ടിയും എൻ്റെ അമ്മയും പിന്നെ സന്ദീപേട്ടനും നമ്മുടെ ആരുമാണ് ഉള്ളത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഫസ്റ്റ് തന്നെ ഞങ്ങൾ കണ്ടുപിടിച്ച സ്ഥലമായിരുന്നു മംഗളാവനം ബേർഡ് സാഞ്ചുറി. പക്ഷേ അവിടേക്ക് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഒരുപാട് വണ്ടിയൊക്കെ കിടപ്പുണ്ട് കേട്ടോ. ഞാൻ ഭയങ്കര എന്തൊക്കെയോ വലിയ സംഭവമാണ്. പിന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എറണാകുളത്തിൻ്റെ ഹൃദയഭാഗമെന്നും ശ്വാസകോശം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഭയങ്കര എന്തൊക്കെ വലിയ സംഭവമുണ്ട്, ബേഡുണ്ട്, കാര്യങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് ഭയങ്കര വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ ഉള്ളിലേക്ക് ചെന്നപ്പോൾ തന്നെ പോണ വഴി തന്നെ ഒരുപാട് പോസ്റ്ററൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കുറേ ബേഡിൻ്റെയൊക്കെ. അപ്പോൾ അതിനെയൊക്കെ അവിടെ കാണാൻ പറ്റും എന്നുള്ള വിചാരത്തിൻ്റെ പുറത്തിട്ടാണ് ഞങ്ങൾ ഉള്ളിലേക്ക് ചെന്നത്. പക്ഷേ എന്താ പറയുക, നമ്മൾ ഒരു വേറൊരു കവാടം കഴിഞ്ഞിട്ട് ടിക്കറ്റ് എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പം നമ്മുടെ പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ടിക്കറ്റിന് അധികം വിലയൊന്നും വരുന്നില്ല. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഇത്രയേ ഉള്ളൂ, 10 രൂപയെ മുതിർന്നവർക്കുള്ളൂ, പിന്നെ കുട്ടികൾക്ക് ഫ്രീ ആണ്. അപ്പോൾ തന്നെ വിചാരിച്ചു ഇത്രയേ ഉള്ളൂ, ഇത്രയൊക്കെ കാണാനുണ്ടായിട്ട് സാധാരണ അങ്ങനെയല്ലല്ലോ ചെയ്യാറ് എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എങ്കിൽ കൂടിയും നമ്മൾ എന്താ പറയുക, ഒരു മുൻവിളി പോലെ നമ്മൾ ക്യാമറ എടുത്ത് ഉള്ളിൽ കയറിയില്ല. അതിന് 250 രൂപ എക്സ്ട്രാ കൊടുക്കണമായിരുന്നു. എന്തോ ഭാഗ്യം കൊണ്ട് നമ്മളത് മാത്രം എടുത്തില്ല, കാരണം ഫോണിൽ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അതിനും കൂടിയുള്ള പേയ്മെൻറ്റ് കൊടുത്ത് നമ്മൾ ഉള്ളിൽ കയറിയിരുന്നെങ്കിൽ ആ 250 രൂപ വെറുതെ പോയേനെ എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ ഏറ്റവും കൂടുതലായിട്ട് ഞങ്ങൾ കണ്ട സാധനം എന്ന് പറഞ്ഞാൽ കൊതുക്, നല്ല കൊതുക്. ഈ എറണാകുളത്ത് ഇത്രയും കൊതുകുണ്ടോ എന്ന് ഇവിടെ വന്നാൽ നമുക്ക് മനസ്സിലാകും കേട്ടോ. അത്രയ്ക്ക് കൊതുകായിരുന്നു. വേറെ അവിടെ പ്രധാനപ്പെട്ടതായിട്ട് ഒന്നും തന്നെ കാണാനില്ല. മംഗളാവനം ബേർഡ് സാഞ്ചുറിന്ന് പേര് മാത്രമേ ഉള്ളൂ, ബേഡൊന്നും ഇല്ലായിരുന്നു അവിടെ. നല്ല സങ്കടത്തിലായി. കാരണം ഒരു മതിൽക്കെട്ടിനുള്ളിൽ കുറച്ച് കാട് പോലെ ഒരു സ്ഥലം, കുറേ കൊതുകുകളും, ഇതൊക്കെ തന്നെയായിരുന്നു അവിടെ മെയിനായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുട്ടികൾക്ക് കൊതുകടി കൊണ്ടിട്ട് തടിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കാലിലൊക്കെ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ പോന്നു, അവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഇനി ഇവിടെ പോകാനായിട്ട് ഇതറിയാത്ത ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ, കാണാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ നേരെ പോവണ്ട. അപ്പം അടുത്ത വീഡിയോ പുറകെ വരുന്നുണ്ട്. ബൈ.